എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞി മിനി വ്ളോഗാണ് കേട്ടോ. കുറച്ചധികം പഴക്കമുള്ള ഒരു മിനി വ്ളോഗാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ S4 സെമസ്റ്റർ 4ൻ്റെ ഫസ്റ്റ് ഇൻറ്റേർണലിൻ്റെ പിറ്റേ ദിവസം, അതായത് നമ്മുടെ ആർട്ട് ഫെസ്റ്റ് ഒക്കെ നടക്കുന്ന ഒരു വ്ളോഗാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് കേട്ടോ. പക്ഷേ ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻറ്റേർണൽ കഴിഞ്ഞു, സെക്കൻഡ് ഇൻറ്റേർണൽ കഴിഞ്ഞു, 2 യൂണിവേഴ്സിറ്റി ലാബ് എക്സാമും കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഇപ്പോഴാണ് ഈ വീഡിയോനെ പറ്റി ഞാൻ ഓർക്കുന്നത് തന്നെ. അപ്പോൾ ഇന്നലെ ഞാനത് ജസ്റ്റ് ഇങ്ങനെ ഗാലറി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിച്ചു കേട്ടോ. ഇത് ഷൂട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും പോസ്റ്റ് ചെയ്യാന്ന്. സോ ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, ഒരു നല്ല പാട്ടുകാരിയാണ്, ഡാൻസറാണ്, അങ്ങനെ സകലകലാവല്ലഭ്യമാണ്. മീനാക്ഷി എന്നാണ് കേട്ടോ പേര്. എൻ്റെ വീടിൻ്റെ അടുത്തുമാണ്. അപ്പോൾ ഞാൻ നേരെ രാവിലെ ഇവളുടെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ കോളേജിലേക്ക് പോകാൻ നിന്നത് കേട്ടോ. രാവിലെ തന്നെ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് നിന്നത്. പക്ഷേ ഞങ്ങൾ സംസാരിച്ച് ലാസ്റ്റ് പോയത് 2 മണിക്കാണ് കേട്ടോ ഉച്ചയ്ക്ക്. ഫുഡൊക്കെ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജ്, ASAT ആൽബോഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കളമശ്ശേരി. അപ്പോൾ നമ്മൾ രാവിലെ വന്നിട്ട് ഇവിടെ കോളേജിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്ത് വ്ളോഗ് ആക്കണമെന്നൊക്കെ വിചാരിച്ചാണ് തുടങ്ങിയത്. പക്ഷേ വന്നപ്പോൾ ഈ ഒരു സമയം ആയല്ലോ. പക്ഷേ നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഓൾറെഡി അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടോ. ഫ്രണ്ടിനെ ഞാൻ വഴിയെ കാണിച്ചു തരാം, നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. സോ നമ്മളങ്ങനെ കോളേജിലേക്ക് കയറി. ഇത് നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഓപ്പൺ ജിം ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായത് അഞ്ജലി മാം ആണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ആക്ട്രസ് തന്നെയാണ്. നമ്മുടെ ദൃശ്യം 2, പുലിമുരുകൻ, ഫോറൻസിക്, കാവൽ, അങ്ങനെ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. മാമിന്റെ മോളായിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായത് കേട്ടോ. പിന്നെ ഇതിൽ കാണിക്കുന്ന കുറച്ച് വീഡിയോ ക്ലിപ്സ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ എടുത്തു തന്ന കുറച്ച് വീഡിയോ ക്ലിപ്സ് ആണ് കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മുടെ കോളേജിലെ തന്നെ സ്റ്റുഡൻസിന്റെ ഒപ്പന, മാർഗം കളി, പിന്നെ ഫാഷൻ ഷോ, അങ്ങനെ കുറേ പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മുടെ ആർട്ട് ഫെസ്റ്റും ടെക് ഫെസ്റ്റും ഒരുമിച്ചാണ് കേട്ടോ ഈ 2 ദിവസങ്ങളായിട്ട് നടത്തുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മെയിൻ സ്റ്റേജ്. ഇവിടെയാണ് നമ്മുടെ കൂടുതൽ പരിപാടീസ് നടക്കുന്നത്. ഇതല്ലാണ്ട് നമുക്ക് വേറൊരു സ്റ്റേജും കൂടെ അലോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കുഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ സ്പോർട്ട് കൊറിയോഗ്രഫി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായത്. പിന്നെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ അതായിരുന്നു ഈ ഒരു സ്റ്റേജിൽ നടത്തിയിട്ടുണ്ടായത്. പിന്നെ ഞാൻ പഠിക്കുന്ന കോളേജ് ആയതുകൊണ്ട് വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാരണം ഇത് ഞാൻ പ്രൊമോഷൻ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഞാനായിട്ട് ചെയ്യുന്ന ഒരു വ്ളോഗ് വീഡിയോ ആണ്. അപ്പോൾ ജെന്യുവൻ ആയിട്ട് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. സോ ഇത് അത്ര വലിയ ഗ്രാൻഡ് പരിപാടികളൊക്കെ നടക്കുന്ന കോളേജോ അല്ലെങ്കിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ലോ ആയിട്ടുള്ള ഒരു കോളേജോ അല്ല, ഒരു ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരു കോളേജാണ് കേട്ടോ. എഞ്ചിനീയറിംഗ് കോളേജ് ആയതുകൊണ്ട് നമ്മൾ വേറെ ആർട്സ് കോളേജൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ആണ്ടിലും കൊല്ലത്തിലും കൊള്ളാവുന്ന 1-2 പ്രോഗ്രാംസ് കിട്ടും, അത്രേ ഉള്ളൂ. ഇവിടെ മെയിനായിട്ട് ഇന്റേണൽ, സെം എക്സാം, പ്രൊജക്ട്, റെക്കോർഡ്, അസൈൻമെന്റ്, ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ പോകുന്നത്. അല്ലാതെ പ്രോഗ്രാംസ് ഒക്കെ ഭയങ്കര റെയർ ആയിട്ടാണ് നടക്കുക. അതേപോലെ വേറെ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ വെച്ച് നോക്കുമ്പോഴും ഇവിടുത്തെ പ്രോഗ്രാംസ് ഇടയ്ക്ക് കുറച്ച് ചോകാവാറൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ ഹൈപ്പ് കൊടുക്കാൻ പറ്റില്ല, എന്നാൽ അത്ര മോശമില്ലാത്ത അങ്ങനത്തെ ഒരു കോളേജാണ് കേട്ടോ എൻ്റെ. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ധാരണയൊക്കെ എൻ്റെ കോളേജിനെ പറ്റി കിട്ടിയല്ലോ. പിന്നെ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കുറച്ച് ശോകം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പരിപാടികളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട് കേട്ടോ. ഇവനാണ് വീഡിയോസൊക്കെ ഓൾറെഡി നമ്മൾ വരുന്നതിന് മുമ്പേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫുഡ് സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഐസ്ക്രീം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടൊക്കെ ആയിരുന്നു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞൊരു വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴക്കാറും നല്ല കാറ്റൊക്കെ ആയിട്ട് കാറ്റിൽ നമ്മൾ പറന്നു പോകും തോന്നിപ്പോവും. അതുപോലെ നല്ല കാറ്റും നല്ല മഴക്കാറൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതൊന്നുമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് വൈകുന്നേരത്തെ ഒരു പരിപാടിക്കാണ് കേട്ടോ. അതായത് വേറെ കോളേജിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഒക്കെ ഒരു ടീമായിട്ട് വന്നിട്ട് ഒരു ഡാൻസ് കൊറിയോഗ്രഫീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കി നിൽക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മീനാക്ഷിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിട്ടോ. അത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മഴ പെയ്തിട്ടുണ്ടായിട്ടോ. നേരത്തെ കണ്ട മഴക്കാരൻ്റെ അത്ര പവറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈവനിങ് പരിപാടീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ കുറച്ച് സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല ബോറിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ സീനിയർ ആണ് കേട്ടോ. അപ്പോൾ ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു ലേസൊക്കെ മേടിച്ച് നേരെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിട്ടോ. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നത്. ഡാൻസ് കൊറിയോഗ്രഫിയാണ്. എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല, നല്ല കിട്ടിലും പരിപാടിയായിരുന്നു കേട്ടോ. ഓരോ ടീംസും ഒന്നിനൊന്ന് മെച്ചം എന്നൊക്കെ പറയാൻ പറ്റും. അതുപോലെ നല്ല നമുക്ക് ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല പരിപാടീസൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഫുള്ളായിട്ട് എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ എടുക്കാതിരുന്നതാണ്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ലാസ്റ്റ് വന്നത് ഈ ഒരു ടീമാണ്. ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ കളർ എങ്ങനെയാണ് മാറിയെന്ന് വരെ ഞാനിങ്ങനെ മാജിക് ഒക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എല്ലാ പ്രോഗ്രാംസും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഡേയിലെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് വരുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് സെക്കൻഡ് ഡേയിലെ പ്രോഗ്രാംസ് ആണ് കേട്ടോ. കാരണം സെക്കൻഡ് ഡേയിൽ വേറൊരു വ്ളോഗ് എന്ന് പറഞ്ഞ് ഇടാനായിട്ട് അത്ര വലിയ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അത്ര ഉഷാറുള്ള പരിപാടീസൊന്നും അങ്ങനെ ഉണ്ടായില്ല. ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുണ്ടായത് ഈ ഒരു ഡാൻസ് മങ്കി എന്ന് പറയുന്ന ടീമിൻ്റെ ബാൻഡിൻ്റെ ഒരു മ്യൂസിക് ഷോ ആയിരുന്നു കേട്ടോ. അത് അത്യാവശ്യം കുഴപ്പമില്ല, കുറേ റാപ്പ് സോങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് മറ്റേ വേൽമുരുക ആ ഒരു വൈബിന് പറ്റിയ പാട്ടൊക്കെ ഉണ്ടെങ്കിലാണ് കുറച്ച് തുള്ളാനുള്ളൊരു മൂഡ് കിട്ടുള്ളൂ. അതെനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. കാരണം കഴിഞ്ഞ തവണത്തെ ആർട്ട് ഫെസ്റ്റിനൊക്കെ അങ്ങനത്തെ കുറച്ച് സോങ് കിട്ടിയിട്ട് കുറച്ച് നല്ല വൈബാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ഇത്തവണ കുറച്ച് ഷോക്കായി പോയി, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു. സോ ഈ ഒരു ആർട്ട് ഫെസ്റ്റിൻ്റെ വ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അത്രയുള്ളൂ. ടാറ്റാ.